ഞാനിപ്പോൾ ഉള്ളത് തായിഫിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഖുറൈശികളുടെ ഉപദ്രവമൊക്കെ ഭയന്ന് എൻ്റെ ഉമ്മയുടെ നാട്ടുകാരെന്നെ സഹായിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് തായിഫിലേക്കായിരുന്നു. അങ്ങനെ തായിഫിൽ വരികയും നബി തങ്ങളുടെ അമ്മാവന്മാരോട് പോയിട്ട് ബിഅ്സത്തിനെ പറ്റി ദഅവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ കൈയൊഴുകയും അതുമാത്രമല്ല ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടികളെ വെച്ച് കല്ലെറിയിപ്പിക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ നബിതങ്ങളെ ഉപദ്രവിച്ചപ്പോൾ ഹബീബായ തങ്ങൾക്ക് എത്ര വേദന ഉണ്ടായോ എത്ര വിഷമം ഉണ്ടായോ അതിനേക്കാൾ ഒരുപാട് മനസ്സിൽ വിഷമം ഉണ്ടാവുകയും ഒരുപാട് നൊമ്പരം ഉണ്ടാവുകയും ചെയ്ത സന്ദർഭമായിരുന്നു തായിഫ് യാത്ര. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയും നബിയെ അങ്ങേ വിഷമിപ്പിച്ച ഈ സമൂഹത്തെ രണ്ട് മലകൾക്കിടയിലിട്ട് ഞാൻ ഞെരിച്ചു കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കാരുണ്യത്തിൻ്റെ കടലായ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. അവർക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ, അവർക്ക് അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. അവരിൽ നിന്നും ആരെങ്കിലും വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നാൽ അതെനിക്ക് മതിയെന്ന് കാരുണ്യത്തിൻ്റെ കടലായ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ തായിഫുകാർക്ക് വേണ്ടി ദുആ ചെയ്തതിൻ്റെ അനന്തരമായ ആ ബലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ പള്ളിയുണ്ട്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള പള്ളിയും ഒരുപാട് അൽഹംദുലില്ലാഹ് ഒരുപാട് ദീനിയായ വലിയ മാറ്റങ്ങളുണ്ടായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. നബിതങ്ങളുടെ ദുആയുടെ ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാവർക്കും വരാനും ഇവിടെ കാണാനും റബ്ബ് തൗഫീഖ് തരട്ടെ. ഇപ്പം എൻ്റെ കൂടെയുള്ളത് ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്ന അക്ബർ ട്രാവൽസിൻ്റെ ടീമാണുള്ളത്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ തായിഫ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്.